എനിക്കെപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് ഉമ്മച്ചിമാരെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഉണ്ട് എൻ്റെ ഒരു കസിൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നപ്പോൾ ചോദിച്ചു, നീ എന്തിനാ ഉമ്മച്ചികളൊക്കെ ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ പറഞ്ഞു, സത്യത്തിൽ നമ്മൾ ഉമ്മച്ചിമാരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓരോന്നും മിണ്ടിയില്ല കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ ഉമ്മമാരെ കുറിച്ച് എനിക്കിടയ്ക്കെങ്കിലും ഓരോ വീഡിയോയെങ്കിലും ചെയ്യണമെന്ന് തോന്നാറുണ്ട് കേട്ടോ. എന്തോ അറിയത്തില്ല, ആ പാവങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതല്ലേ. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു മോൻ്റെ കണ്ണിൽ പെട്ടിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട ഉമ്മായെ തിരിച്ചു കൊണ്ടുവരാൻ ആ മോന് തോന്നിയെങ്കിലോ? അൽഹംദുലില്ലാ അല്ലേ. അതുപോലെ തന്നെ ആ ഉമ്മാക്ക് നമ്മളിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടക്കുകയാണേ, പുറത്ത് പോയി ഭയങ്കര ആശ്പൂഷ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഡ്രസ്സുകൾ എടുത്തു കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിക്കും കൂടെ എന്തെങ്കിലും എടുത്താലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലേ. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ സ്നാക്സൊക്കെ മേടിച്ച് കൂട്ടുമ്പോൾ എൻ്റെ ഉമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് ഒരു മോൻ ഓർത്തുകൊണ്ട് ആ ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് മേടിച്ച് കൂടെ കൊണ്ടുപോകാൻ തോന്നിക്കഴിഞ്ഞാൽ അതെൻ്റെ വീഡിയോ കാരണം ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലേ. എല്ലാ ഉമ്മമാരുടെയും സ്നേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യം എന്താ? എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഉമ്മ എനിക്ക് വേണ്ടിയിട്ടൊരു ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ കാര്യം എന്തുവാ? സോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഉമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എൻ്റെ ഉമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാവ് അള്ളാഹു എനിക്ക് മരണം വരെ എടുത്ത് തരണേ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു കാര്യം പറഞ്ഞാലോ. എന്താ, ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു പോകാം. കുഞ്ഞുനാളിൽ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഒരു മഹാൻ, അവർ ഭയങ്കരമായിട്ട് ഉമ്മച്ചിയെ സ്നേഹിച്ചിരുന്ന ഒരാളാണത്രേ. പുള്ളി എന്താ പറയുക, ഉമ്മച്ചി കഴിഞ്ഞിട്ട് പുള്ളിക്ക് ദുനിയാവിൽ വേറെ എന്തോ ഉള്ളൂ. സോ റസൂലുള്ളാഹിൻ്റെ ആ ഒരു വാക്ക് ഉള്ളിലോട്ട് അതേപടി ഇറക്കിയ ഒരു മഹാൻ. സോ പുള്ളി എന്ത് ചെയ്യുക, ഉമ്മ ഇല്ലാത്തൊരവസ്ഥയിൽ തട്ടും പുറത്ത് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കയറി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് എന്താ പറയുക, താഴത്ത് ഉമ്മയുടെ സൗണ്ടും കേട്ടു. പുള്ളി താഴെ ആകെ നെർവസായിപ്പോയി. കാരണം നിങ്ങളൊന്നും അറിയണം. പുള്ളി ആകെ ടെൻഷനായി താഴെ ഇറങ്ങി പടപട ഇറങ്ങിയിട്ട് ഉമ്മച്ചിയോട് ചോദിച്ചു, ഉമ്മച്ചി ഞാൻ മുകളിൽ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ താഴെ ഉണ്ടായിരുന്നു? അപ്പോൾ ഉമ്മച്ചി ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. ഇവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഉമ്മ ചിരിച്ചിട്ടുണ്ടാവുക. സോ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിലാണ് ഞാൻ നിന്നതെന്ന് ഓർക്കുന്നു. എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഇബാദത്ത് മുഴുവനും പ്രശ്നമാവുമല്ലോ, എനിക്കിത് താങ്ങാൻ കഴിയില്ല, എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിൽ എൻ്റെ കാല് വന്നു, സോ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു മഹാൻ കാട്ടിൽ പോയിരുന്ന് എത്രയോ വർഷം അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്തോന്ന് ആ മനുഷ്യൻ അറിഞ്ഞില്ല. ആ മനുഷ്യൻ മുകളിലായിപ്പോയി, ഉമ്മച്ചി താഴെയായിപ്പോയി എന്നുള്ള ചിന്തയിൽ വന്ന ഒരു മനപ്രയാസം, പശ്ചാത്താപം, എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിൽ എൻ്റെ കാല് പോയി എന്നൊരു പശ്ചാത്താപത്തിൽ വർഷങ്ങളോളം കാട്ടിലിരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്തൊരു മകൻ, ഒരു വലിയ ബഹുമാനപ്പെട്ട ആ ഒരു സ്ഥാനത്ത് പോകുന്നൊരു മഹാൻ. പക്ഷേ പുള്ളിക്ക് അള്ളാഹു മനാമിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഉമ്മച്ചിക്കും ശേഷം, ഉമ്മച്ചിയുടെ കാലത്തിന് ശേഷം